ഹായ്, വെൽക്കം ഫ്രണ്ട്സ്. ഇന്ന് ഞങ്ങൾ പറയുന്നത് ബസ് ടെർമിനലിലെ ജീവിതത്തിൽ നിന്നും തൻ്റെ ജീവിതത്തെ താരപദവിയിലേക്ക് മാറ്റിമറിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ്. നമ്മുടെ കഥാനായകൻ്റെ ജനനം തന്നെ മാതാപിതാക്കളുടെ എല്ലാ പ്രതീക്ഷകൾക്കും വിപരീതമായി പക്ഷാഘാതത്തെ തുടർന്ന് ഒരു വശം കോടിയ മുഖവുമായിട്ടായിരുന്നു. പരിഹാസങ്ങളും പീഡനങ്ങളും നിറഞ്ഞ ചെറുപ്പകാലത്ത് അവന് ആശ്വാസം ടി വിയിലെ ബോക്സിംഗ് മത്സരങ്ങളായിരുന്നു. പിന്നീട് അത് ടി വിയിലെ സിനിമയിലേക്ക് മാറുകയുണ്ടായി. മുതിർന്നപ്പോൾ ജിമ്മായിരുന്നു അവനൊരു ആശ്വാസ കേന്ദ്രമായി മാറിയിരുന്നത്. നിരന്തരമായ സിനിമ കാണൽ അവനിൽ സിനിമയോടുള്ള അഭിനിവേശം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. തുടർന്ന് അവൻ നടനാവണമെന്ന ആഗ്രഹ സാഫലീകരണത്തിനായി നാടക പഠനത്തിനും ചേരുന്നു. നാടക പഠനം കഴിയുന്നതിനോടൊപ്പം അവൻ്റെ വിവാഹവും നടന്നിരുന്നു. അഭിനയത്തിൽ നിന്ന് അവന് കാര്യമായി ഒന്നും സമ്പാദിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും സിനിമയോടുള്ള അഭിനിവേശം മൂലം അവൻ മറ്റു ജോലികൾക്കൊന്നും ശ്രമിച്ചതുമില്ല. അവൻ്റെ വീട്ടു ചെലവിനും വീട്ടു വാടകക്കും പോലും കാശില്ലാതായതോടെ ഭാര്യയുമായി എന്നും പിണക്കമായിരുന്നു. ഈ സമയത്ത് അവൻ സിനിമയിൽ കൂടുതൽ അവസരത്തിനു വേണ്ടി തൻ്റെ വീട് വിട്ട് തൻ്റെ നായയുമായി മറ്റൊരു നഗരത്തിലേക്ക് ചേക്കേറുകയുണ്ടായി. അവിടെ ചെന്നിട്ടും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ്റെ മുഖത്തിന് തിരസ്കാരം തന്നെയായിരുന്നു. പല സ്റ്റുഡിയോ സെക്യൂരിറ്റിക്കാർ പോലും മറ്റെന്തെങ്കിലും ജോലി നോക്കിക്കൂടെ എന്ന് പറയുന്നത് സ്ഥിരമായിരുന്നു. കയ്യിലെ പൈസ തീർന്നതിനാൽ താമസം ബസ് ടെർമിനലിലേക്ക് മാറ്റേണ്ടതായി വന്നവന് ഭക്ഷണത്തിന് പൈസമില്ലാതെ പലപ്പോഴും പട്ടിണിയായിരുന്നു. പട്ടിണി കിടക്കുന്ന തൻ്റെ നായയുടെ അവസ്ഥ അവന് പലപ്പോഴും വിഷമമുണ്ടാക്കി. ഇതിനെങ്കിലും ഭക്ഷണം ലഭിക്കട്ടെ എന്ന് കരുതി ആ നായയെ മറ്റൊരാൾക്ക് വിൽക്കുകയായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട നായയെ നഷ്ടപ്പെട്ട വേദന മറക്കാൻ കിട്ടിയ കാശിന് അവൻ മദ്യപിക്കാൻ മദ്യശാലയിലേക്ക് പോവുകയായിരുന്നു. അവൻ അവിടെ ചെന്നപ്പോൾ ടി വിയിൽ ഒരു ബോക്സിംഗ് മത്സരം കാണാനിടയായി. ശക്തനായ മുഹമ്മദ് അലിയോട് 15 റൗണ്ട് നോക്കൗട്ട് ആവാതെ ചെപ്പ് വെപ്നർ എന്ന ഒരാൾ പൊരുതി നിൽക്കുന്ന കാഴ്ച താൻ തൻ്റെ ജീവിതത്തിൽ വിജയത്തിനായി പൊരുതുന്ന സാഹചര്യങ്ങൾ കൂടി ആലോചിച്ച് ഒരു പ്രചോദനം ഉൾക്കൊണ്ട് അവിടെ വെച്ച് സീറോയിൽ നിന്ന് ഹീറോ ആയ ഒരു സിനിമയുടെ ത്രെഡ് അവന് ലഭിക്കുന്നു. അവൻ 3 ദിവസം കൊണ്ട് പെട്ടെന്ന് തന്നെ അതൊരു കഥയാക്കി മാറ്റുകയാണ്. അവൻ ആ കഥയുമായി സംവിധായകരെ സമീപിക്കുന്നു. കഥ വായിച്ചവർ എല്ലാം അതിനെ സിനിമയാക്കാൻ തയ്യാറാവുകയായിരുന്നു. എന്നാൽ തന്നെ അതിൽ നായകനാക്കണമെന്ന അവൻ്റെ വാശി മൂലം പലരും അതിൽ നിന്ന് പിന്മാറുന്നു. തിരക്കഥയ്ക്ക് മാത്രം പലരും ലക്ഷങ്ങൾ ഓഫർ ചെയ്തു. എന്നാൽ അതെല്ലാം അവൻ നിരസിച്ചുകൊണ്ട് തൻ്റെ സ്വപ്നത്തിനായി അവൻ പോരാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു പ്രൊഡക്ഷൻ കമ്പനി അവൻ്റെ നിബന്ധനകളോടെ കുറഞ്ഞ തുകക്ക് അത് സിനിമയാക്കാൻ തയ്യാറാവുകയാണ്. $1 മില്യൺ ബഡ്ജറ്റിൽ 1976 നിർമ്മിച്ച ആ സിനിമ അക്കാലത്തെ ഏറ്റവും വലിയ വിജയമായി മാറുകയായിരുന്നു. അതിലെ ആ അത്ഭുത നായകൻ്റെ പേരായിരുന്നു സിൽവസ്റ്റർ സ്റ്റലോൺ. 9 ഓസ്കാർ നോമിനേഷൻ നേടിയ 3 ഓസ്കാർ അവാർഡുകൾ നേടിയ ആ സിനിമയുടെ പേരായിരുന്നു റോക്കി. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ നാളെയെ സൃഷ്ടിക്കുന്നത് ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥയോ സാഹചര്യമോ ഒന്നുമല്ല. നിങ്ങൾ പോസിറ്റീവായി പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വപ്നങ്ങളോടുള്ള ചിട്ടയായ സമീപനവും പുലർത്തുന്ന ഒരാളാണോ എന്നുള്ളതാണ്. നിങ്ങളുടെ ഭാവനക്കപ്പുറമുള്ള ഒരു ഭാവി നിങ്ങൾക്കും സൃഷ്ടിക്കാൻ കഴിയും. സിൽവസ്റ്റർ സ്റ്റലോൺ പ്രതികൂല സാഹചര്യങ്ങളെ വിജയമാക്കി മാറ്റിയതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ സ്വപ്ന ജീവിതം കയ്യെത്തിപ്പിടിക്കാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ അതിനായി നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ റീപ്രോഗ്രാം ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഇന്നത്തെ മാനസികാവസ്ഥ വെച്ച് നിങ്ങൾക്ക് എവിടെയെല്ലാം എത്തിച്ചേരാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. നിങ്ങളുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്ത് അത്തരത്തിലൊരു വിജയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു അവസരമൊരുക്കുകയാണ്. കൂടുതൽ അറിയുന്നതിന് വേണ്ടി താഴെ കാണുന്ന ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. Thank you very much.